ഹായ് ഡിസേറി മൂവി കണ്ടു. നമ്മുടെ പ്രണൽ മോഹൻലാൽ ആക്ട് ചെയ്ത ഫിലിമാണ്. രാഹുൽ സദാശിവനാണ് ഡയറക്ഷൻ. ബ്രഹ്മയുഗവും ഭൂതകാലം ഒക്കെ ഡയറക്ട് ചെയ്ത ആളാണ്. ഇതൊരു മൂവി റിവ്യൂ ഒന്നല്ല, ജസ്റ്റ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ. ചിലർക്ക് ഉണ്ടാവുമല്ലോ അഭിപ്രായം, വന്നിട്ട് ഫിലിം കാണുന്ന ആൾക്കാരുണ്ടാവും. 2-3 ദിവസം കഴിയട്ടെ, മൂവി റിവ്യൂ വരട്ടെ, കുറച്ച് ആൾക്കാരുടെ അഭിപ്രായം വരട്ടെ, എന്നിട്ട് പോവാം എന്ന് കരുതുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് വീഡിയോ. സ്പോയിലർ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ സ്റ്റിൽ സിനിമയെ പറ്റി ഒന്നും അറിയാതെ നേരിട്ട് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനത്തെ ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നല്ലൊരു ഹൊറർ ഫിലിം എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ചെറിയൊരു ഡിസ്ക്ലെയിമർ അതിന് മുന്നേ പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ചില തിയേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, നമുക്ക് പോകാൻ അധികം താല്പര്യമില്ലാത്ത തിയേറ്റേഴ്സ്. അതായത് അവിടെ പോയൊരു ഓളം ഉണ്ടാവില്ല, എന്താ പറയുക, ആൾക്കാർ കൈയടിക്കാതെയോ ബഹളം ഉണ്ടാക്കാതെയോ അങ്ങനെ എയർ പിടിച്ചിരിക്കും, ഒരു മൂവി എക്സ്പീരിയൻസ് കിട്ടില്ല. മാളിലെ തിയേറ്റേഴ്സ് ആയിരിക്കാം ഈ PVR, എപ്പിക്, ഐമാക്സ് പോലെ നമ്മൾ ഒഴിവാക്കി വെച്ച കുറച്ച് തിയേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സജഷനാണ്, ഈ മൂവി അല്ലെങ്കിൽ ഇത്തരം ഹൊറർ മൂവി എല്ലാം ഇങ്ങനത്തെ തിയേറ്റേഴ്സിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എല്ലാവരും ട്രൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാൻ പോകുന്ന കാര്യം അതിൻ്റെ കറക്റ്റ് ഉദ്ദേശം എത്ര ആളിലേക്ക് എത്തുന്ന അറിയില്ല, എത്ര ആൾക്കാർ ഇതിനെ നല്ല രീതിയിൽ എടുക്കുന്ന അറിയില്ല. ഈ ഹൊറർ പടത്തിന്, അത് ഏത് ഭാഷയിലായാലും, ഇംഗ്ലീഷായാലും മലയാളം തമിഴായാലും ഒക്കെ, ഈ ഹൊറർ പടത്തിന് എത്തുന്ന ചില പ്രത്യേകതരം ടീംസ് ഉണ്ടാവും. അതായത് ഞാൻ ഭയങ്കര കോമഡിയനാണ്, എൻ്റെ ഡയലോഗുകൾ കേട്ട് ആൾക്കാർ ചിരിക്കും, വളരെ വെറുപ്പിക്കുകയാണ് നിങ്ങൾ തിയേറ്ററിൽ ചെയ്യുന്നത്. എല്ലാ ഒരു ഹൊറർ പടത്തിനും ഉണ്ടാകുന്ന ഒരു എലമെൻ്റ് ആണ് ഈ കുറച്ച് നേരത്തെ സൈലൻസ്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം എത്തുന്നതിന് മുന്നേ ഉള്ള ആ ഒരു സൈലൻറ്റ് പോർഷൻ. ആ ഒരു പോർഷനിൽ കയറിയിട്ട് വേറെ ഡയലോഗ് അടിച്ചളയും. അതായത് ഞാൻ ഭയങ്കര ഒരു തമാശ പറയുകയാണെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വെറും കോമാളികളാവുകയാണ്. എല്ലാവർക്കും ദേഷ്യവും കാര്യം, നല്ലൊരു സിനിമ കാണാൻ വന്ന ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ നശിപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഈ പരിപാടി ഒന്ന് നിർത്താൻ നോക്കണം. ഇതൊരു 18+ അഡൽട്ട് മൂവി. 18+ മീൻസ് എ ഗ്രേഡ് കിട്ടിയൊരു മൂവിയാണ്. ഹൊറർ എലമെൻറ്റ്സ് കാരണം അഡൽട്ട് സീൻസും ഉണ്ട്, വളരെ മൈന്യൂട്ടായിട്ട്. പക്ഷെ അതുകൊണ്ട് ഭാഗ്യത്തിന് കുട്ടികളുടെ കരച്ചിലുണ്ടായിട്ടില്ല. അത് വലിയൊരു ഭാഗ്യമാണ്. അതിനേക്കാൾ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പോയത് പ്രീമിയർ ഷോ ആയിരുന്നു ഞാൻ കണ്ടത്. ഹൈലൈറ്റ് മാളിലെ പാലക്സിൽ നിന്നായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. ഒരു ജനറൽ ഓഡിയൻസിനോട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത്തരം തിയേറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഫ്രം മൈ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഇത്തരം ഡയലോഗുകളില്ലാതെ ഒരു നല്ല ഇങ്ങനത്തെ ഒരു ഹൊറർ പടം നല്ല രീതിയിൽ കാണാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാനിത് പെട്ടെന്ന് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇന്നലെ മുതൽ, പ്രീമിയർ ഷോ കഴിഞ്ഞ മുതലേ റിവ്യൂ പോസ്റ്റുകൾ ഇഷ്ടംപോലെ ഫേസ്ബുക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അധികത്തിൽ പോസ്റ്റിലും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബാഡ് എക്സ്പീരിയൻസ് പലർക്കും ഉണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കിത് എൻ്റെ വീഡിയോയിൽ എനിക്കിത് പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം. പിന്നെ ഞാൻ നേരത്തെ ഡയറക്ടറുടെ പടങ്ങൾ പറഞ്ഞ സമയത്ത്, ഡയറക്ടർ ഫസ്റ്റ് പടം, രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ ഫസ്റ്റ് പടം റെഡ് റെയിൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പടമാണ്. അത് ഇപ്പോഴും അണ്ടർ റേറ്റഡ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചില സിനിഫൈൽ ഗ്രൂപ്പ്സിൽ, അല്ലെങ്കിൽ ചില ഒരു മൂവി റിവ്യൂ ഗ്രൂപ്പ്സിൽ, സിനിമയെ പറ്റി സംസാരിക്കുന്ന ഗ്രൂപ്പുകളിൽ മാത്രമേ ഞാനിതിനെ സംസാരിച്ച് കേട്ടിട്ടുള്ളൂ. അതൊരു അണ്ടർ റേറ്റഡ് ഫിലിമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാണാത്തവരെന്തായാലും കണ്ടു വെക്കുക. ഒരു യുണീക്ക് അല്ലെങ്കിൽ ഒരു വെറൈറ്റി, മലയാളത്തിൽ ഇറങ്ങുന്ന മിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഹൊറർ ആ ഒരു ജോണറിൽ വരുന്ന പടങ്ങളിൽ നിന്ന് സംതിങ് യുണീക്ക് ആയിട്ടുള്ളൊരു പടമാണത്. ഒരു ഹൊറർ എലമെൻറ്റ്സിൽ വരേണ്ട എല്ലാ എലമെൻസും ഈ പടത്തുണ്ട്. അതായത് പ്ലോട്ട് ആണെങ്കിലും, സിറ്റുവേഷൻ ആണെങ്കിലും, BGM ആണെങ്കിലും, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് കാര്യങ്ങൾ, പെർഫോമൻസ്, അങ്ങനെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ജംപ് സ്കെയർ സീൻസ് ഉണ്ടല്ലോ, അതും ധാരാളമായിട്ട് ഈ ഫിലിമിലുണ്ട്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ അപ്പാർട്ട്, ഡയറക്ടറുടെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ മൂവി ട്രാവൽ ചെയ്യുന്നത്. മൊത്തത്തിലൊരു റിച്ച് സെറ്റപ്പ് ആയിരുന്നു പടം. അതായത് റിച്ച് ഇൻ ദ സെൻസ്, ഈ വിഷ്വലിറ്റിയിൽ മാത്രമല്ല, പ്രണവ് മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ ഇതിൽ റിച്ച് ആണ്. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു മൊത്തത്തിലൊരു ആ ഒരു വെൽത്തി സാധനം ഫസ്റ്റ് മുതൽ, പടത്തിൻ്റെ ആദ്യം മുതൽ കംപ്ലീറ്റ് ആയിട്ട് പടത്തിൻ്റെ എൻഡിൽ വരെ ആ ഒരു സെറ്റപ്പിലാണ് ഈ പടം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഷഹനാദ് ജലാൽ എന്ന ആളാണ്. കറക്റ്റ് ആളെ തന്നെയാണ് മൂവി ചൂസ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഡയറക്റ്റ് ചെയ്ത ബ്രഹ്മയുഗത്തിലും ഭൂതകാലത്തിലും, ഉള്ളൊഴുക്ക്, വിശുദ്ധൻ, പിന്നെ ഈ കറിയൻ സൈനൈഡ്, ആ ഒരു ജോളി സംഭവം ഉണ്ടല്ലോ, അതായത് ആ ഒരു സ്പെസിഫിക് ജോണർ, ആ ഒരു മിസ്റ്റീരിയസ്, ആ ഒരു ക്രീപ്പി, ആ ഒരു ബാക്ക് സ്റ്റോറി, ആ ഒരു ഡാർക്ക് സാധനങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ പിടിച്ചിട്ടാണ് ഈ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ക്യാമറ സൈഡൊന്നും തീരെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ആണ്. മൈ മാൻ, അസാധ്യ സ്കോറിംഗ് ആയിരുന്നു. നല്ല കാതടിപ്പിക്കുന്ന ഒരു തരം ക്രീപ്പി സാധനങ്ങളൊക്കെ പിടിച്ച് മൊത്തത്തിൽ ആ ഒരു നമ്മളെ കാണുന്ന പ്രേക്ഷകനെ ഒരു കംപ്ലീറ്റ് ഹൊറർ എക്സ്പീരിയൻസ് ചെയ്യാൻ ചില സമയത്തൊക്കെ ഡയറക്ഷനിൽ മേലെ നിൽക്കുന്ന, അല്ലെങ്കിൽ വിഷ്വലി പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് മേലെ നിൽക്കുന്ന തരത്തിലുള്ള സ്കോറിംഗ് ആയിരുന്നു പല സ്ഥലത്തും. ഇത് കൃത്യമായിട്ട് വേണ്ടടുത്ത് നമ്മളിങ്ങനെ കട്ടനൗട്ടായിട്ട് അങ്ങനെ മുറിച്ച് വെക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു ടൈപ്പ് സാധനം. അതായത് വേണ്ട സ്ഥലത്ത് സൈലൻസ് ഒക്കെ കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്ത്, വേണ്ടടുത്ത് മാത്രം BGM
യൂസ് ചെയ്ത് ചില സമയത്ത് ഭയങ്കര മിറ്റോണായിട്ട് ഭയങ്കര ലോ ആ സംഭവമാണെങ്കിൽ ചില സ്ഥലം ലൗഡായിട്ട് നമുക്ക് ഒരു ഹൊറർ എക്സ്പീരിയൻസ്. ഇനി പെർഫോമൻസ് വൈസിലേക്ക് പോവുകയാണെങ്കിൽ മെയിൻ കഥാപാത്രങ്ങളായിട്ടൊന്ന് എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിനെ പുള്ളിയുടെ പേഴ്സണലി എനിക്ക് തോന്നിയത് പുള്ളിയുടെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ഫിലിമാണ്. പുള്ളിക്കൊരു ലോങ് കരിയർ ഒന്നുമല്ല, പക്ഷേ ചെയ്ത പടങ്ങളിൽ വെച്ചിട്ട് പുള്ളിയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അതിൽ പുള്ളിയുടെ ആക്ഷൻസ് പാക്കോർ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ പുള്ളിയുടെ ആക്ടിങ് വാസ് ലൈക്ക് ഓക്കെ ഇൻറ്റൻഷ്യലി അവോയ്ഡിങ് 21ാം നൂറ്റാണ്ട്. പിന്നെ ഹൃദയം വന്നപ്പോഴും ഒന്ന് ഇമ്പ്രൂവ് ആയി, നല്ല രീതിയിൽ വന്നു. ഇത് വന്നപ്പോൾ ഈ പടം ഡിസൈറേ വന്നപ്പോൾ ഹി റിയലി ഷോ ഹിസ് ക്വാളിറ്റി ഓഫ് ഹിസ് ജീൻസ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അസാധ്യ പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ. ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ പുള്ളിയുടെ കരിയർ ബെസ്റ്റ്. ഹൊറർ സീൻസിലൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ലൗഡ്സ് ആൻഡ് ആ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ളൊരു സാധനം വരുന്ന സമയത്ത് ആ ഒരു ലെവലിലായിട്ടും, അതായത് പിന്നെ ആറ്റിറ്റ്യൂഡ് പിടിച്ച് അല്ലെങ്കിൽ ആ ഒരു സൈലൻസ്, ആ ഒരു ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്തൊക്കെ ആ ഒരു ഭാഗത്തും പുള്ളി വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അരുൺ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, ആൻഡ്രോയിഡ് കുഞ്ഞമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും എനിക്കൊന്നും കൂടുതൽ പേർക്കും അറിയാൻ പറ്റുക. പുള്ളി മൂവി പോസ്റ്റേഴ്സ് ചെയ്യുന്നൊരു ആളാണ്. നല്ല അടിപൊളി വർക്ക്സ് പുള്ളി ചെയ്ത വർക്കുകൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ വർക്ക് ഈസ് ഫേമസ്. പിന്നെ ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുള്ള ജിബിൻ ഗോപിനാഥ് എന്ന പുള്ളിക്കാരനാണ്. പുള്ളി കണ്ണൂർ സ്ക്വാഡ്, മിന്നൽ മുരളി, കിഷ്കിന്ധകാണ്ഡത്തിലൊക്കെ ഇതേപോലെ തന്നെ ക്യാരക്ടർ റോൾ അഭിനയിച്ചിട്ടുള്ള ആളാണ്. നല്ല വെടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളി ഒരു മിസ്റ്റീരിയസ് സംതിങ് ഉള്ളിൽ രഹസ്യം ഒളിപ്പിച്ച അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു മിസ്റ്റീരിയസ് ഷെയ്ഡുള്ള ഒരാളെ ആ ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി പടത്തിലേക്ക് വരികയാണെങ്കിൽ ഭൂതകാലം കൈൻഡ് ഓഫ് ഒരു ത്രില്ലർ എലമെൻറ്റിൻ്റെ ഒരു ട്വിസ്റ്റ് വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ കമ്പയർ ചെയ്യല്ല, അതേപോലെ എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യല്ല. ഭൂതകാലം പോലെ ഒരു ഏറി ഹൊറർ ജേണലോ അല്ലെങ്കിൽ ഇപ്പം ബ്രഹ്മയുഗം പോലെ ഒരു ആ ഒരു ആർട്ടിസ്റ്റിക് ഒരു ക്ലാസിക്കൽ ടൈപ്പ് സാധനമല്ല. പുള്ളിക്കാരൻ്റെ വർക്കിൽ പുള്ളി ഒരു യൂണിക്നെസ്, ആ ഒരു വെറൈറ്റി പിടിച്ച് പുള്ളി ചെയ്തൊരു പടമാണ് ഡേസേർ. ഇനി കുറച്ച് നെഗറ്റീവ്സിലേക്ക് വരാം. നെഗറ്റീവ്സ് വെച്ചാൽ എനിക്ക് പേഴ്സണലി തോന്നിയ, മോശമെന്നല്ല, പക്ഷേ എനിക്ക് തോന്നിയ കുറച്ച് കൺഫ്യൂഷൻസ് എല്ലാം പറയാം. പടം തുടങ്ങുന്നത് തന്നെ ഒരു മോഡേൺ ന്യൂജൻ ആ ഒരു വൈബിലാണ് പടം തുടങ്ങുന്നത്. പിന്നീട് ഈ ഹൊറർ എലമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുപ്പത്തൊട്ടേ നമ്മൾ പ്രേതപ്പടം എന്ന് വിചാരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് ഐറ്റംസ് ഇല്ലേ, നമുക്കറിയാലോ. ഒരു പ്രേതപ്പടം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെയാണ് വരും, ഇങ്ങനൊരു സംഭവം ഉണ്ടാവും, ഇങ്ങനൊരു സംഭവം നടക്കും. അതേ കൈൻഡ് ഓഫ് പാറ്റേൺ തന്നെ, അല്ലെങ്കിൽ അതേ സംഭവങ്ങൾ തന്നെ, ആ സിറ്റുവേഷൻസ്, ആ ഒരു സാഹചര്യങ്ങൾ, അതേ എന്താ പറയുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ഒരു സംഭവങ്ങൾ തന്നെ തുടങ്ങുമ്പോൾ ലൈക്ക് ഇതെന്താ ഇങ്ങനെ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള, അതായത് ഒരു ഹൊറർ ഫിലിമിൽ ഇതിങ്ങനെ വെറൈറ്റി ആയിട്ട് ഡാൻസ് കളിക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സെയിം പാറ്റേൺ ഫോളോ ചെയ്ത പോലെ തോന്നി. സ്ലോ ആയിട്ട് ടെൻഷൻ ബിൽഡ് ചെയ്താണ് മൂവി ത്രൂ ഔട്ട് സഞ്ചരിക്കുന്നത്. പിന്നെ കുറച്ച് ലൂസൻസ് ഉള്ളതുപോലെ തോന്നി. ചില സീൻസ് കംപ്ലീറ്റ് ആയിട്ട് കൺവേ ചെയ്യാതെ ഈ ഒരു സംഭവം നടന്നത് എന്തിനായിരുന്നു, അത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, മേ ബി പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആയിരിക്കും പിടിച്ചിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതെന്തിനകത്ത് സംഭവിച്ചേ, ഇതും അതും തമ്മിലുള്ള കണക്ഷൻ എന്തായിരുന്നു, ഇങ്ങനെ ഒരു സ്പെസിഫിക് ഇൻസിഡൻറ്റ് നടക്കാൻ കാരണം എന്തായിരുന്നു, ഇതും പ്ലോട്ടുമായിട്ട് ഒരു ബന്ധം വരുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഇതെന്തായിരുന്നു കാരണം എന്ന് കൺവേ ചെയ്തിട്ടില്ലല്ലോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഇനി പറയുന്നത് നെഗറ്റീവാണോ, അതായത് പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ്, പക്ഷേ അതൊരു നെഗറ്റീവാണോ പോസിറ്റീവാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇതൊരു റിച്ച് മെയ്ഡ് ഫിലിമാണ്, അല്ലെങ്കിൽ അതൊരു വെൽത്തി ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന, അതായത് ഒരു കൈൻഡ് ഓഫ് പിൻട്രസ്റ്റി ഒരു വൈബിലായിരുന്നു പടം ത്രൂ ഔട്ട് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഈ ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന, അതായത് ജംസ്കെയർ അല്ലാതെ, അല്ലെങ്കിൽ ഒരു ഹൊറർ എലിമെന്റ് കാണിക്കാതെ തന്നെ സിറ്റുവേഷണൽ ഹൊറർ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ബിൽഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹൊറർ ഉണ്ടല്ലോ, അത് ഈ പിൻട്രസ്റ്റി വൈബ് കാരണം ചെറുങ്ങനെ ഡിമ്മായോ എന്നൊരു സംശയം എനിക്കുണ്ടായി. ഒരു പ്ലസന്റ് ഫ്രെയിം വരുമ്പോൾ സമയത്ത് അതിൻ്റെ ആ ഒരു ഹൊറർ ട്രാക്ക് വരുമ്പം അത് തമ്മിലൊരു ചർച്ചക്കുറവ്, മേ ബി അതും എന്തെങ്കിലും ഒരു തരത്തിൽ, അല്ലെങ്കിൽ വേറെ എനിക്ക് കണക്റ്റായ കാര്യമാണ് ഞാൻ പറഞ്ഞത്, മറ്റു പലർക്കും അല്ലെങ്കിൽ വേറെ ചിലർക്ക് അത് കണക്റ്റായി അതിനുള്ള കംപ്ലീറ്റ് എന്തായിരുന്നു അത് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്ക് കഥ ഒന്ന് ഫ്ലാറ്റായി വരുന്നുണ്ട്. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന മട്ടിൽ നിന്ന് പിന്നെ അതൊരു നോർമൽ മോഡിലേക്കായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫിലിമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ. ഈ ഡിമ്മായ പല പോർഷൻസിലും പ്രണവിൻ്റെ ആ ഒരു നല്ല രീതിയിലുള്ള ആക്ടിങ്ങും പിന്നെ ക്രിസ്റ്റോ സേവിയറിൻ്റെ അടിപൊളിയായിട്ടുള്ള ബീജും ആ ഒരു സ്കോർ വെച്ചിട്ട് പടം എലിവേറ്റ് ആയി പോകുന്നുണ്ട്. ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ത്രെഡായിരുന്നു. കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഇതൊരു ഫിലിം റിവ്യൂ അല്ലെങ്കിൽ സിനിമയെ പറ്റി അധികമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഞാൻ കണ്ടൊരു മൂവിയുടെ അഭിപ്രായം ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നുള്ളൂ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ നല്ലൊരു ഹൊറർ പടം കാണാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ തിയേറ്റേഴ്സിൽ പോയിട്ട് കാണാം. അപ്പോൾ ഓക്കെ.